Hello everyone, Assalamu alaikum and welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മുടെ റെസിപ്പി മലയാളികൾക്ക് അത്ര പരിചയമില്ല, എന്നാൽ സൗത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ഇത് നമ്മളും ഒരുപാട് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ ലെമൺ റൈസിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് യൂസ് ചെയ്യണത്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു ടൈമിൽ കുറച്ചധികം തന്നെ ഒരു പോട്ടിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിന് മെഷർമെൻ്റ് ഒന്നുമില്ല, ഊറ്റിയെടുക്കാനുള്ളതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഞാൻ എപ്പോഴും പറയണ പോലെ വെള്ളത്തിനേക്കാളും കുറച്ച് മുന്തി നിൽക്കണം. പിന്നെ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ കഴുകി സോക്ക് ചെയ്യാൻ വെച്ചിരുന്ന ആ അരി അതിലേക്ക് ഇട്ട് കൊടുക്കുക. സോക്ക് ചെയ്യാൻ വെച്ച വെള്ളം കളഞ്ഞിട്ട് വേണം അരി അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ റൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെയാണ്. എന്നിട്ട് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 5 മിനിറ്റ്സൊക്കെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ അത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. എന്നിട്ടൊരു 5-6 മിനിറ്റ്, ഒരു 7 മിനിറ്റ് മാക്സിമം. ഈ റൈസ് പെട്ടെന്ന് വെന്ത് കിട്ടാറുണ്ട്. അത് ഓരോ ബ്രാൻഡിൻ്റെ റൈസ് അനുസരിച്ച് വേവിന് വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു 90% വെന്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കുഴഞ്ഞു പോവും. എന്നിട്ട് നമുക്കത് ഊറ്റി മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ സെയിം പോട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. അതിലേക്കൊരു 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടീസ്പൂണാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ പിന്നെ ഞാനിതിലേക്ക് ആഡ് ചെയ്യണത് ഉഴുന്നാണ്. 1 ടീസ്പൂൺ നിറച്ച് ഉഴുന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പാണ്. അതും 1 ടീസ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കപ്പലണ്ടി. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചിലർക്ക് കൂടുതൽ ഇടുന്നത് ഇഷ്ടമായിരിക്കും, അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ 3-4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഉഴുന്നും കടലപ്പരിപ്പും ജസ്റ്റ് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 3 പച്ചമുളക് കീറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് വാടി വരുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ചട്ടിയുടെ ചൂട് മതിയാവും ആ പൊടികളുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറാനായിട്ട്. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 ടീസ്പൂൺ നാരങ്ങാനീരാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടിക്ക് ഒരുപാട് ചൂടുണ്ടെന്നുണ്ടെങ്കിൽ നാരങ്ങാനീരിന് ഒരു കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ലെമൺ റൈസും അതേപോലെ തന്നെ കയ്പ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 3 കപ്പ് റൈസ് വേവിച്ചു, അത്രയും ഇട്ട് കൊടുത്തിട്ടില്ല, ഞാനൊരു ഹാഫ് പോർഷനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് മേലെ കുറച്ച് മല്ലിയില ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വേണം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്.
എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ അടിയിൽ കിടക്കണ ആ ഒരു ഇതൊക്കെ നമുക്ക് റൈസിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യുക. ഞാനിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ട് സ്പീഡാക്കി ഇട്ടേക്കണതാണ്. സ്ലോയിലാണ് മിക്സ് ചെയ്യേണ്ടത്, എന്നാലോ നമ്മുടെ റൈസൊക്കെ പൊടിയാണ്ട് നല്ല ഇതായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട, നമുക്ക് വീട്ടിലുള്ള ഒരു സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇപ്പം നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കാരണം മല്ലിയിലയുടെ ഫ്ലേവർ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്തതുണ്ടാവും, ഇഷ്ടമുള്ളവരുണ്ടാവും. അപ്പോൾ ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്തേക്കാം. അങ്ങനെ നമ്മുടെ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഞാനിവിടെ ചിക്കൻ കറിയും സാലഡും വെച്ചിട്ടാണ് ഞങ്ങൾ കഴിക്കണത്. ഗ്രേവിയുള്ള ഏത് കറിയുടെ കൂടെയും നമുക്ക് ലെമൺ റൈസ് കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.